വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ദേവിയുടെ വാക്കുകൾ കേട്ട് യേശു ശരിക്കും ഞെട്ടി. അമ്മ! അവളുടെ വായിൽ നിന്ന് വന്ന ആ വിളിയിൽ ദേഷ്യവും സങ്കടവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. ദേവി അവളുടെ മുഖത്തേക്ക് നോക്കാതെ ഒഴുകിയിറങ്ങുന്ന കണ്ണുകൾ അമർത്തി തുടിച്ചു. എൻ്റെ മുഖത്തേക്ക് നോക്കമ്മ! തലതാഴ്ത്തി അവളുടെ അടുത്തിരിക്കുന്ന ദേവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ സങ്കടത്തിൽ പറഞ്ഞു. ദേവി നോക്കിയില്ല, ഒഴുകിയിറങ്ങുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമുക്ക് തോന്നിയോ? അമ്മ കാണിക്കുന്ന ഈ സ്നേഹം ചെറുതാണെന്ന് തോന്നിയോ അമ്മക്ക്? ഒരു മരുമകള് അമ്മായിമ്മ ബന്ധം മാത്രമാണ് നമ്മൾ തമ്മിൽ തോന്നി അമ്മക്ക്? യേശുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആരും അതിൽ ഇടപെട്ടില്ല. അവരായി അവരുടെ കാര്യം. ഞാൻ അങ്ങനെയൊന്നും. കരഞ്ഞുകൊണ്ട് ദേവിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. എത്രയൊക്കെ നോക്കിയാലും സ്നേഹിച്ചാലും സ്വന്തമെന്ന് പറഞ്ഞാലും മകളല്ലല്ലോ, മകളാവില്ലല്ലോ. അവൾക്ക് വേറെ അമ്മയില്ലേ? അതൊക്കെയാണ് ദേവിക്കുള്ളിൽ. കണ്ട അന്ന് മുതൽ ഞാൻ അമ്മയെന്ന് വിളിച്ചത് ആത്മാർത്ഥമായിട്ടാ. ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. എനിക്കെന്നല്ല, ഇവിടെയുള്ള നമ്മളെ കാണുന്ന എല്ലാവർക്കും അറിയാം. ഇന്ന് ഈ നിമിഷം വരെ അത് അങ്ങനെ തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കർത്താവിനോട് നന്ദി പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഇച്ഛയെ എങ്ങനെ അമ്മയുടെയും അച്ഛൻ്റെയും മകനായി ജനിപ്പിച്ചതിലാണ്. ഈ 3 സഹോദരങ്ങളുടെ ഏട്ടനായി ജനിപ്പിച്ചതിലാണ്. അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളെല്ലാവരെയും കിട്ടിയത്. യേശു ദേവിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ദേവി അവളെ മുഖമുയർത്തി നോക്കി. എൻ്റെ അമ്മയുടെ സ്നേഹം മതിയായിട്ടോ, എൻ്റെ അമ്മയുടെ നോട്ടം കുറഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ അമ്മയെ കാണുന്നത് പറഞ്ഞത്. ഓർമ്മ വെച്ച കാലം മുതൽ ഒരു തരോടിന് വേണ്ടി മനമുറുകി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സ്നേഹം എന്താണെന്നറിയാൻ കൊതിച്ചിട്ടുണ്ട്. കിട്ടിയിട്ടില്ല. പക്ഷെ ആ കർത്താവ് ഇപ്പോൾ അതിനൊരവസരം മുന്നിൽ വെച്ച് തന്ന പോലെ ഒരു തോന്നല്. അമ്മയുടെ സ്നേഹം അറിയാൻ, പപ്പയുടെ ഒളിപ്പിച്ച് വെച്ച വാത്സല്യം അറിയാൻ, നീയുടെ ഉള്ളിലൊരു ചേച്ചിയോടുള്ള സ്നേഹവും ബഹുമാനം അറിയാൻ, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ തോന്നുന്നു. അതൊരിക്കലും ഇവിടെയുള്ളവർ എനിക്ക് തരുന്ന സ്നേഹവും കരുതലും കുറവായതുകൊണ്ടല്ല, എന്തോ അങ്ങനെ തോന്നിപ്പോകുന്നു. അവരെ കാണുന്ന തോന്നുന്നു. കുറച്ചു നേരം അവരുടെ കൂടെ ഇരിക്കണം, സംസാരിക്കണം എന്നൊക്കെ തോന്നുന്നു. പറഞ്ഞു നിർത്തുമ്പോൾ നിറഞ്ഞ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങി. ദേവി ആ കണ്ണുനീർ തുടച്ചു കൊടുത്തു. പെട്ടെന്ന് നിനക്ക് പോണം, അവരുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിന്റെ അമ്മയെന്ന രീതിയിൽ ആലോചിച്ചപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അതങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. പക്ഷെ എനിക്കറിയാം എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ ഈ അമ്മക്കുള്ള സ്ഥാനം. അത് മതി, അത് മാത്രം മതി. ദേവി യേശുവിനെ മുറുകെ കെട്ടിപ്പിടിച്ചു. ആ നിമിഷം തന്നെ രുദ്രൻ യേശുവിൻ്റെ പുറത്തുകൂടെ വെച്ച് ദേവിയുടെ കൈയകത്തി. മുറുക്കല്ലേ, അവൾക്ക് വയ്യാത്തതാ, ഇങ്ങനൊന്നും കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. അവൻ ദേവിയെ നോക്കി അത് പറയുമ്പോൾ രാവിലെ യേശുവിനെ കണ്ട കോലമാണ് ദേവിയുടെ മനസ്സിൽ തെളിഞ്ഞത്. നിനക്ക് എങ്ങനെ വേണമെങ്കിലും ആവാല്ലേ, ബാക്കിയുള്ളവരൊന്നും പിടിക്കാൻ പോലും പറ്റില്ല. അതെവിടുത്തെ ന്യായ? ദേവിയുടെ കണ്ണ് കൂർത്തു. ഒന്ന് കെട്ടിപ്പിടിച്ചതിനാണ് ഈ ഷോ. ആ അതെ, നിന്റെ കയ്യിലിരിപ്പ് വെച്ചിട്ട് നീ ഇപ്പൊ ഒരു 10 പ്രാവശ്യം കെട്ടിപ്പിടിച്ച് കാണിവളെ. നിന്റെ ശരീരം മോളുടെ ശരീരത്തിൽ തൊടുന്നതിന്റെ പകുതി ഭാരം പോലും ദേവി ഇപ്പൊ കെട്ടിപ്പിടിച്ചപ്പോൾ ഉണ്ടായി കാണില്ല. മോഹനും ദേവിയെ സപ്പോർട്ട് ചെയ്തു. റോണി ഒരു ചിരിയോടെ എല്ലാം കേട്ടിരിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കയ്യിലെ ഫോണിലേക്ക് നോക്കുവാൻ പതിയെ പറഞ്ഞു. രുദ്രൻ്റെ ഡയലോഗ് കേട്ട് മോഹനും ദേവിയും ചിരിച്ചു. ആ നോക്കിയാൽ നിനക്ക് കൊള്ളാം, വാ കുറച്ചു നേരം കിടക്കാം, ഭക്ഷണം കഴിച്ചതല്ലേ. മോഹൻ പറഞ്ഞത് മൈൻഡ് ചെയ്യാതെ രുദ്രൻ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് യേശുവിനെ ചേർത്ത് പിടിച്ചു. കൊണ്ടുപോക്കോ. മോഹൻ കളിയോടെ പറയുമ്പോൾ രുദ്രൻ അവളുമായി സ്റ്റെപ്പ് കയറിയിരുന്നു. 3 പേരും അവർ പോകുന്നത് നോക്കി സെറ്റിയിലിരുന്നു. എങ്ങനെ നടന്നിരുന്ന ചെക്കനാ. അപ്പൊ ഏട്ടതിയോ? ശരിയാണ്, 2 പേരും വല്ലാതെ മാറി. ഒരാളെ മാറ്റിയിരിക്കുന്നു. ഈച്ച ബെഡിൽ രുദ്രന്റെ നെഞ്ചിൽ പതുങ്ങി കിടക്കുമ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. അവനൊന്ന് മൂളി. എനിക്ക് കുറച്ച് ദിവസമൊന്നും വീട്ടിൽ നിൽക്കണ്ട, നാളെ രാവിലെ പോയി വൈകിട്ട് വരുന്ന രീതിയും മതി. കുറച്ച് ദിവസമൊന്നും നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. രുദ്രൻ കണ്ണുകൾ അടച്ച് കിടക്കുവാണ്. അത് സാരല്ല, നമുക്ക് വഴിയുണ്ടാക്കാം. എന്തായാലും നാളെ രാവിലെ നമുക്ക് പോകാട്ടോ. അവളൊന്ന് മൂളി. മനസ്സിലുള്ളത് അവനോട് പറഞ്ഞല്ലോ, ഇനി അതിന് പരിഹാരവും അവൻ കണ്ടോളൂന്ന് അവൾക്കറിയാം. യേശു പാതി അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവൻ്റെ മുഖത്തിന് നേരെ മുഖമുയർത്തി വെച്ചു. അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്നിട്ട് അതറിഞ്ഞത് കൊണ്ടാകും രുദ്രൻ്റെ മുഖത്തൊരു ചെറു പാൽപുഞ്ചിരി വിടർന്നു. യേശു രുദ്രൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. താടിയും മീശയൊക്കെ ചെറുതായി വളർന്ന പോലെ ഒതുക്കി വെച്ചിട്ട് കുറച്ചായി. മുടി അലങ്കോലമായി ഒതുക്കമില്ലാതെ കിടക്കുന്നു. ആ കട്ടികൾ വിടർന്ന ചുണ്ടുകൾ ചിരിക്കുന്നുണ്ട്. കവിളുകളൊന്ന് തുടുത്ത പോലെ. ഈച്ച കണ്ണ് തുറക്ക്. യേശു പറഞ്ഞതും രുദ്രൻ കണ്ണുകൾ തുറന്നു.
യേശു താഴ്ന്നു വന്ന് അവൻ്റെ ചുണ്ടിൽ അമർത്തി മുത്തി. ശേഷം മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളെ തന്നെ നോക്കി കിടക്കുവാണ്. ഇപ്പോൾ ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നില്ലേ? ആദ്യം അവൻ ചോദിച്ചിരുന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഇനി അവർക്കിടയിൽ പ്രസക്തിയുണ്ടോ? എത്രയോ തവണ അറിഞ്ഞും അറിയാതെയും പറഞ്ഞും പറയാതെയും അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ നിമിഷം മറുപടി നൽകാൻ അവൾക്ക് തോന്നിയില്ല. അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ ദേവിക മോഹൻ്റെ മകളായി ജനിക്കണം. ഒരേ ഒരു മകളായി. അവരുടെ സ്നേഹവും കരുതലും വാത്സല്യവും അറിഞ്ഞ് വളർന്നെനിക്ക് വളർന്ന് വലുതായി വലിയ പെണ്ണാവുമ്പോൾ ഈ ജന്മത്തിൽ എൻ്റെ മുന്നിൽ വന്ന പോലെ എൻ്റെ ഇച്ഛ വരണം. എന്നെ സ്നേഹിക്കാൻ, സംരക്ഷിക്കാൻ, എന്നെ പ്രണയിക്കാൻ, മരിക്കുമ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ വരുവോ? അവൻ ചോദിച്ചതിന് മറുപടി കൊടുക്കാതെ ഒരു മറുചോദ്യമാണ് അവൾ ചോദിച്ചത്. രുദ്രൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചു. നീ ജന്മമെടുക്കുന്ന ഏതൊരു ജന്മവും നിന്റെ ഇണയായി ഞാനും ജനിക്കും. എല്ലാം നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. രുദ്രൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഇന്നെല്ലാവർക്കും ഒരുമിച്ച് കിടക്കാം. യേശു കുറച്ച് ദിവസം വീട്ടിൽ പോവല്ലേ? രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴാണ് മോഹൻ അത് പറഞ്ഞത്. എല്ലാവരും തലകുലുക്കി. രുദ്രന് വല്ല എതിർപ്പുണ്ടെങ്കിൽ പറയാട്ടോ, കുഴപ്പമില്ല. മോഹൻ ഒരാക്കിലോടെ പറഞ്ഞു. രുദ്രൻ ഒന്നും മിണ്ടിയില്ല. മോഹന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. വെറുതെ ചൊറിയാൻ വരുവാണ്. നാളെ എപ്പോൾ പോകും? രാവിലെ. ദേവിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് രുദ്രനാണ്. പിന്നെ ആരൊന്നും മിണ്ടിയില്ല. ഞങ്ങൾ പോകുമ്പോൾ മാറ്റി റെഡിയായി നിൽക്കണം. നീയുണ്ട്. ഞാനോ? നോ! കഴിക്കൽ നിർത്തി എണീക്കുമ്പോൾ രുദ്രൻ കണ്ണനോട് പറയുന്നത് കേട്ട് അവൻ അലറി. റെഡിയായി നിന്നോണം. അതിലുണ്ടായിരുന്നു അവനും വിഷുവിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. ചേച്ചി, ഞാനല്ല ചേച്ചി. പറയുന്നൊന്നും തോന്നരുത്. ചേച്ചി അല്ലാതെ ആ കുടുംബത്തിൽ ഒറ്റ എനിക്ക് കണ്ണീ പിടിക്കില്ല. റോണിയെ നോക്കിയാണ് അവനത് പറഞ്ഞത്. റോണി അവനെ നോട്ടം കണ്ടതും ഒന്ന് നോക്കി പേടിപ്പിച്ചു. അത് പറയുമ്പോൾ നീ എന്താണ് എന്നെ നോക്കുന്നത്? എന്റെ നിച്ചു എന്താ? നിന്നെ കടിച്ചോ? അവളോട് നിനക്കൊരു പൂച്ചം. ഒരു നീച്ചു. അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച സാധനമാണ്. എനിക്കിഷ്ടല്ല. അതിന് നീ ഇഷ്ടപ്പെടണ്ട, ഞാൻ ഇഷ്ടപ്പെട്ടോളാം. നീ പോയി നിന്റെ പണി നോക്കടാ. റോണിക്ക് കണ്ണൻ പറഞ്ഞത് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ വാക്കുകളിൽ കണ്ണനോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നു. കണ്ണൻ അതിനൊന്ന് പുച്ഛിച്ച് വിട്ടു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം ഹാളിലിരുന്നു. രുദ്രൻ യേശുവിനും മരുന്നൊക്കെ കൊടുത്ത ശേഷം എല്ലാവരും താഴെയുള്ള റൂമിൽ കയറി. ഒരു ഫോൺ ചെയ്ത് റൂമിലേക്ക് വന്ന രുദ്രൻ കാണുന്നത് യേശുവിൻ്റെ അടുത്ത് കിടക്കുന്ന കണ്ണനെയാണ്. ഡാ! കണ്ണനെ നോക്കി രുദ്രൻ അലറി. എല്ലാവരും കിടന്നിരുന്നും എഴുന്നേറ്റ് ബെഡിലിരുന്നു. ചുമരോട് ചേർന്ന് രുദ്രന് കിടക്കാൻ സ്ഥലം ഒഴിച്ചിട്ടാണ് യേശു കിടക്കുന്നത്. അതിനപ്പുറം കണ്ണനും പിന്നെ ദേവിയും റോണിയും മോഹനും റോണിയും അങ്ങനെയാണ് കിടക്കുന്നത്. നീ ഇവിടെ കിടക്കണ്ട, അമ്മയുടെ അപ്പുറത്ത് കിടന്നോ. അതെന്താ? എനിക്ക് ചേച്ചിയുടെ അടുത്ത് കിടക്കണം. ഞാൻ മിണ്ടാതെ ഒതുങ്ങി കിടന്നോളാം. വായ് കൈകൊണ്ട് പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൻ വിനയത്തോടെ പറഞ്ഞു. നീ മിണ്ടാതെ കിടക്കുമായിരിക്കും, പക്ഷേ നീ ഒതുങ്ങി കിടക്കില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ബോധമില്ലാതെ കൈയും കാലൊക്കെ അവളുടെ മേലേക്ക് വെക്കും. അതൊന്നും പറ്റില്ല. അതുകൊണ്ട് മാറിക്കിടക്ക്. രുദ്രൻ ഗൗരവത്തിൽ പറയുമ്പോൾ കണ്ണൻ ചുണ്ടു ചുളുക്കി യേശുവിനൊന്ന് നോക്കി. അവൻ അങ്ങനെ ചെയ്യില്ലച്ചാ. എവിടെ കിടന്നോട്ടെ. ഇനി അഥവാ തട്ടുവാണെങ്കിൽ ഞാൻ മാറ്റിക്കോളാം. യേശുവും കണ്ണനെ സപ്പോർട്ട് ചെയ്തു. അല്ലെങ്കിൽ അത് അങ്ങനെയാണല്ലോ. രുദ്രൻ രണ്ടുപേരെയും നോക്കാതെ പതി യേശുവിനെ കോരിയെടുത്ത് ചുമരോട് ചേർത്ത് കിടത്തി. ശേഷം ലൈറ്റ് ഓഫാക്കി അവളുടെ അടുത്ത് വന്ന് കിടന്നു. എന്താടാ, കിടന്ന് ഉറങ്ങടാ. രുദ്രൻ നോക്കി കിടക്കുന്ന കണ്ണനെ നേരെ കണ്ണുരുട്ടിക്കൊണ്ട് പറയുമ്പോൾ കണ്ണൻ ഒന്ന് പൂജിച്ചുകൊണ്ട് ദേവിക്ക് നേരെ തിരിഞ്ഞു കിടന്നു. രുദ്രനൊരു ചിരിയോട് യേശുവിന് നേരെ കിടന്നു. അവളൊരു ചിരിയോട് അവനെ നോക്കി കിടക്കുവാണ്. വാ. അവളുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അവൾ തലയാട്ടി. രുദ്രനില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെ നെഞ്ചിലേക്ക് കിടത്തി അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി. ഉറങ്ങിക്കോട്ടോ. പതീശുവിൻ്റെ കൈകൾ അവനെ പുണർന്നു. ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ റൂമിൽ പോയി കിടന്നൂടെ അല്ലേ അച്ഛാ? പെട്ടെന്ന് കണ്ണൻ്റെ ശബ്ദം. മോഹൻ മാത്രമേ ആ കാര്യത്തിൽ അവൻ്റെ ഒപ്പം നിൽക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാകും അച്ഛ എന്ന് കൂട്ടിയത്. അത് നീ പറഞ്ഞ സത്യ. ഇങ്ങനെ അവർക്ക് രണ്ടുപേർക്കും കെട്ടിപ്പിടിച്ച് കിടക്കാനാണെങ്കിൽ അവരുടെ റൂമിൽ കിടന്നാൽ പോരെ. കണ്ണൻ ആഗ്രഹിച്ച പോലെ തന്നെ മോഹനും അതിനെ സപ്പോർട്ട് ചെയ്തു. അച്ഛാ, ഈശയ്ക്ക് വയ്യാത്തോണ്ടല്ലേ? അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പതിയവന് പറഞ്ഞു. ദേഷ്യമൊന്നും ആ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. ഓ പിന്നെ പറച്ചിൽ കേട്ടാ തോന്നും ഇതിനു മുമ്പ് നീ ഇങ്ങനെ ആയിരുന്നില്ലെന്ന്. നീ എന്ന് ഇങ്ങനെ തന്നെയാ. അവളെ വിടില്ല നീ. ആ വിടില്ല. ഇവിടെ നിങ്ങൾക്കൊപ്പം വന്ന് കിടക്കണില്ലേ? അത് തന്നെ വലിയ കാര്യമാണ്. രുദ്രൻ്റെ ആ വാക്കിൽ കുറച്ച് കടുപ്പമുണ്ടായിരുന്നു. ആരുവിനൊന്നും മിണ്ടിയില്ല. ചേക്കൻ്റെ ക്ഷേമം നശിക്കുന്നുണ്ടെന്ന് തോന്നി. എന്നാലും കണ്ണ, നീ എൻ്റെ കൈൻ്റെ അടുത്താ കിടക്കുന്ന ഓർമ്മ നിനക്കുണ്ടായ നന്ന്. കണ്ണൻ എന്തോ പറയാനും വന്നത് രുദ്രൻ്റെ ശബ്ദം അതിനെ തടഞ്ഞു. പിന്നീട് ഒച്ചയും അനക്കവും ആ റൂമിൽ കേട്ടില്ല.
നിറഞ്ഞ നിശബ്ദതയായിരുന്നു. ഇടയ്ക്കപ്പോഴും റോണിയും മടക്കി ചിരിക്കുന്ന ശബ്ദം മാത്രം അവിടെ ഉയർന്നു. പിറ്റേ ദിവസം രാവിലെ ദേവി എണീറ്റതും ആദ്യം നോക്കിയത് രുദ്രനെയും വിശുവിനെയുമാണ്. രണ്ടും ഏത് കോലത്തിലെന്ന് പറയാൻ പറ്റില്ല. മുമ്പുള്ള അനുഭവങ്ങൾ പലതും അങ്ങനെയാണല്ലോ. നോക്കുമ്പോൾ രുദ്രന്റെ നെഞ്ചിൽ മുഖമമർത്തി പതുങ്ങി കിടക്കുകയാണ് അവൾ. രണ്ട് കൈകൊണ്ടും അവളെ പൊതിഞ്ഞ് പിടിച്ച് വെച്ചിട്ടുണ്ട്. അധികം ബലം കൊടുത്തിട്ടില്ല. ഈശോ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചതുകൊണ്ട് അവളുടെ മുഖം കാണുന്നില്ല. അവർ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ദേവിയുടെ മനസ്സിലേക്ക് വന്ന ചിത്രം മറ്റൊന്നായിരുന്നു. മോഹൻ വിളിച്ചു പറഞ്ഞ് ന്യൂസ് വെച്ചപ്പോൾ ടി വിയിൽ കണ്ട നിറഞ്ഞ ചിത്രം. തൻ്റെ മകൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നുറങ്ങുന്ന ഒരു പെൺകുട്ടി, മുഖം കാണാത്തൊരു പെൺകുട്ടി. ഇന്ന് അവളാണ് ലോകം. ദേവി രണ്ടുപേരുടെയും കാലിൽ പതിയെ തലോടി ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവർ പോകുമെന്നുള്ളത് കൊണ്ട് ജോലികളൊക്കെ വളരെ വേഗത്തിലാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് കൈകൾ ദേവിയെ പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ചു. എന്ത് പറ്റി? ഇന്ന് നേരത്തെയാണല്ലോ. മറുപടിയൊന്നും വന്നില്ല. ഒന്നുകൂടെ ചുറ്റിപ്പിടിച്ച് ദേവിയുടെ പുറത്ത് മുഖമമർത്തി. നീ എണീറ്റ് പോകുന്നത് നിന്റെ ഇച്ഛ അറിഞ്ഞില്ലേ? അറിഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാ പോകുന്നത്. ഒരു ചിരിയോടെയാണ് അവളത് പറഞ്ഞത്. ആ കയ്യിൽ കിടന്നൊന്ന് അനങ്ങിയാൽ അറിയും. ഇപ്പോഴാണെങ്കിൽ വിശ്വാസം ഒന്ന് മാറിയാൽ അറിയും. ഇന്ന് വീട്ടിൽ പോകുന്നുകൊണ്ടാണോ നേരത്തെ എണീറ്റ് വന്നത്? അറിയില്ല, ഉറക്കമുണർന്നപ്പോൾ അമ്മ റൂമിൽ നിന്ന് പോകുന്നത് കണ്ടു. പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. ദേവി തിരിഞ്ഞു നിന്ന് അവളെ നോക്കി. പഴയ ഉഷാറൊന്നുമില്ല. ആ ഒരു ക്ഷീണമാണ് അവളുടെ മുഖത്ത്. എന്നാ പോയി ഫ്രഷായിട്ട് വായോ, എണീറ്റപ്പെട്ട് അങ്ങനെ പോകുന്നതല്ലേ? ദേവി അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ താലകുലുക്ക് തിരിഞ്ഞു നടന്നു. മുകളിൽ അവളുടെ റൂമിൽ കയറിയതും ജിം റൂം തുറന്ന് കിടക്കുന്നുണ്ട്. പതിയെ വാതിക്കലിൽ നിന്നും എത്തി നോക്കി. നല്ല കട്ടപ്പണിയിലാണ്. പോയ പോലെ തന്നെ തിരികെ വന്ന് ബാത്റൂമിൽ കയറി. ഇഷ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഏതിടണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് രുദ്രന്റെ വിളി. ടവൽ ഒന്നുകൂടെ മുറുക്കി വാതിൽ തുറന്നു. കുളി കഴിഞ്ഞ് മുടി നിവർത്തിയിട്ട് ടവൽ ചുറ്റി നിൽക്കുന്നവളെ അവനത് ഗൗരവത്തിൽ നോക്കി. നിന്നോടാരാ ഒറ്റക്ക് കുളിക്കാൻ പറഞ്ഞത്? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒറ്റക്ക് പറ്റുന്നുണ്ട്. അതിനവനൊന്ന് അമർത്തി മൂളി. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഇഷു രുദ്രനെ മൊത്തത്തിലൊന്ന് നോക്കി. വർക്കൗട്ട് ചെയ്തത് കൊണ്ട് അവൻ്റെ ശരീരം നന്നായി വീർത്തിരുന്നു. രുദ്രൻ ഡ്രസ്സിംഗ് റൂമിലെ ഷെൽഫിൽ നിന്നും നല്ലൊരു ഭംഗിയുള്ള സാരി സെറ്റ് എടുത്ത് ടേബിളിൽ വെച്ചു. അയ്യോ, സാരിയോ? വേണ്ടച്ച, എൻ്റെ വീട്ടിലേക്കല്ലേ, ചുരിദാർ വലതും മതി. പിന്നെ ഇതൊന്നും ചുറ്റാൻ രാവിലെ തന്നെ അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ട. വേണ്ട, ഞാൻ ചുറ്റിത്തരാം. അവനൊരു ചിരിയോടെ പറയുമ്പോൾ അവൾ എതിർത്തില്ല. എന്നെ ഇച്ചപ്പോ ഞാൻ മാറ്റിയിട്ട് വിളിക്കാം. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തലതാഴ്ത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. എല്ലാം ആദ്യം തൊട്ടിട്ടിട്ട് വേണമല്ലോ. ഇതുവരെ അവൻ തന്നെ ഡ്രസ്സടക്കം മാറ്റി തന്നിരുന്നത്. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യമല്ലല്ലോ. അതുകൊണ്ട് എന്തോ ഒരു മടി. എന്നാൽ അപ്പോഴേക്കും ഞാൻ ഫ്രഷ് ആവട്ടെ. അതും പറഞ്ഞിട്ട് അറക്കിയെടുത്തുകൊണ്ട് അവൻ ബാത്റൂമിൽ കയറി. അവനിൽ നിന്നും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഈ ശവനെ തന്നെ നോക്കി നിന്നു. ബാത്റൂമിൽ കയറിയ രുദ്രൻ അവിടെ നിന്ന് അവളെ തിരിഞ്ഞു നോക്കി. നീ പറഞ്ഞത് എനിക്കൊട്ടും പറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനെ കണ്ട എന്നെ കണ്ടുള്ളൂ പോകുമെന്ന് കരുതിയിട്ടാ ഞാൻ മാറിയത്. മാറ്റിക്കോ. ഒരു വശ്യമായ നോട്ടത്തോടെ അവനത് പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ കയറി വാതിലടച്ചു. ഈശ്വരി ചിരിയോടെ ഡ്രസ്സ് മാറ്റി. കുളി കഴിഞ്ഞ് രുദ്രൻ ഇറങ്ങുമ്പോൾ പാവാടയും ബ്ലൗസും ഇട്ട് മിററിന്റെ മുന്നിൽ നിന്നും മുടി കണക്കുവാണ്. രുദ്രൻ ഉടുത്തിരുന്ന ടവൽ മാറ്റി ഒരു ഷോർട്സ് ഇട്ടു. മിററിലൂടെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവളൊരു ചിരിയോടെ ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്നു. രുദ്രൻ പതിയെ പിന്നിലൂടെ വന്ന ഒരു കൈകൊണ്ട് അവളുടെ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ചു. ഈശോയുടെ നെഞ്ചിലേക്ക് പുറഞ്ചാരി അമർന്നു നിന്നു. എനിക്ക് എന്തൊക്കെയോ തോന്നിഷ. രുദ്രൻ ഹസ്കി വോയിസിൽ അവളുടെ ചെവിയിൽ പതിയെ ആർദ്രമായി പറഞ്ഞു. ഈശോ ഒന്ന് വിറച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ അമർത്തി അടച്ചു. രുദ്രൻ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ അവളുടെ പൊക്കിൾ ചുടിയിൽ അവൻ്റെ ചൂണ്ടുവിരൽ കുത്തിയിറക്കി. ആ ഇച്ച